ഒരു ദിവസേ എന്തോ കാര്യം ഞാൻ പറയും ബാഗെടുത്ത് പോടി. എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് കുറ്റം, ആണുങ്ങൾക്ക് ഒരു കുറ്റവും ഇല്ല. പിന്നെ 1 കഴിഞ്ഞു 2 കഴിഞ്ഞു 3 കഴിഞ്ഞു, അത് ഓരോരുത്തരുടെ ലൈഫാണ്. നമ്മളെ തോളിൽ കൈയിട്ട് നമ്മൾ അത്രയേറെ ചങ്കായിട്ട് സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നവർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. ഷാൻ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാന്റെ കൂടെയുള്ള ഷാന്റെ ഫ്രണ്ട്സ് ആണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. ഷാന്റെ എന്റെ പ്രശ്നത്തിന്റെ ഇടയിൽ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞാൻ അയാളോട് ഞാൻ പറഞ്ഞത് തന്നെയാ. ഞാൻ പറഞ്ഞു, തനിക്കുണ്ട് 2 മക്കള്, താനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിച്ചത്, താൻ അനുഭവിക്കൂടോ എന്ന് പറഞ്ഞ അലമുറ ഇട്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞു, കരഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞു. അപ്പൊ പേടിയില്ലാത്ത ഒരാൾ അങ്ങനെ ഒരു വോയിസ് അയക്കത്തില്ല. ഗ്ലോബലില് ഒരു കുഞ്ഞു മരിച്ച എന്താ ഗ്യാങ് കൂടി എന്താ പറയാ പിള്ളേർ റാഗ് ചെയ്തിട്ടാ, അതുപോലെയൊക്കെ തന്നെ ഏകദേശം അതേപോലെ തന്നെ എന്റെ മോൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഷാന്റെ കൂടെ ജീവിച്ചപ്പം 3 വർഷം ഞങ്ങൾ ജീവിച്ചത്. ആ 3 വർഷം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വൈഫായിരുന്നു. എന്റെ ഒരു അവിഹിതം ഷാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ കൂടുതലായിട്ടും വരുന്ന ബോൾഡ് ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും മോള് എന്താ പറയാ, മോളെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് അമ്മയുടെ സ്പേസാ, അമ്മയുടെ ഫ്രീഡം, അമ്മയുടെ സ്പേസ്. അതിനെന്താ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. എനിക്ക് പറ്റിയേക്കുന്ന ഒറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് ബന്ധത്തിനും ഞാൻ 100% കൊടുക്കും. ഈ 2 ജീവിതത്തിലാണെങ്കിലും ആ 2ഉം 100% കൊടുത്തിട്ട് അത് 50% വരും തിരിച്ചു കിട്ടിയില്ലേ? ഞാനാണല്ലോ അനുഭവിച്ചേ ആസ് എ പേഴ്സൺ. എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ആൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മോളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും മോള് ചെറുപ്പം മുതലേ ഒരു ബോൾഡാക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ട് ആൻ ശ്രമിക്കുന്നത്. എന്നെക്കാളും ബോൾഡാ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ, കുട്ടിത്തം മാറിയിട്ടില്ല, പക്ഷെ അവള് ഭയങ്കര ബോൾഡാ. അവളാണ് കുറെ കാര്യങ്ങള് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരിക. പക്ഷെ ശരിയാണ്, ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പഠിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ജീവിച്ച ജീവിത സാഹചര്യം അല്ലല്ലോ അവര് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് നമുക്ക് പഠിക്കാനും ഉണ്ട്, കുറെ അറിവുകൾ നമുക്ക് ഇങ്ങോട്ട്. പിന്നെ അവള് ഭയങ്കര ബോൾഡാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ചെറിയൊരു പനി വന്നാൽ പോലും അതാ ഞാൻ പറഞ്ഞ, കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റാറ്റസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് എല്ലാരും ചോദിച്ചതെന്താ, ഞാൻ പറഞ്ഞു എൻ്റെ മകളാണ് എനിക്കെല്ലാം. മീൻസ് ആ സ്റ്റാറ്റസിൽ ഞാനിങ്ങനെ എഴുതിയത് എന്താ പറയാ, എൻ്റെ ജീവനും ശ്വാസവും എൻ്റെ മോളാണ്, അതുപോലെ തന്നെ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരമ്മ പരിപാലിക്കുന്ന പോലെ എന്നെ പരിപാലിക്കുകയും എന്താ പറയാ, എന്നെ ഇത്രയും എന്താ പറയാ ചേർത്ത് പിടിക്കുകയും, എനിക്കൊരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്ന മോളാണല്ലോ. അവളാണല്ലോ ഇതെല്ലാം കാണുന്നത്. അപ്പൊ എനിക്ക് ശരിക്കും അവൾ എന്നെക്കാളും ബോൾഡാണ്, എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തില് ആൻ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇന്ന കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ മോളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ഞാൻ കുറെയൊക്കെ പറഞ്ഞിട്ടില്ല, പക്ഷെ അവൾ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഓരോ കാര്യങ്ങൾ. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അമ്മ എനിക്കറിയാം, അമ്മ അങ്ങനെ പോവില്ല. പിന്നെ എന്താ വെച്ചാൽ അവൾക്കും അവളുടെ ഫ്രണ്ട്സിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു പണികൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആയിരിക്കും മേ ബി അവൾ ഇത്രയും ബോൾഡ് ആയത്. ഈ പ്രായത്തിൽ തന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികൾ കിട്ടിയത് നന്നായെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവള്, എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ പിന്നെയാണ് അവൾ കുറച്ചുകൂടെ ബോൾഡ് ആയത്. അത് മോള് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് സ്കൂളിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ സ്കൂളിൽ നിന്ന് മോളെ മാറ്റി ഞാൻ വേറൊരു സ്കൂളിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ സ്കൂൾ അധികൃതര് എന്താ പറഞ്ഞേ? അവരതിന് അത്ര വലിയ വാല്യൂ കൊടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മോളുടെ ടീസ് തന്നേക്ക്, ഞാൻ വേറെ സ്കൂളിൽ ചേർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഗ്ലോബലില് ഒരു കുഞ്ഞു മരിച്ച എന്താ ഗ്യാങ് കൂടി എന്താ പറയാ പിള്ളേർ റാഗ് ചെയ്തിട്ടാ, അതുപോലെയൊക്കെ തന്നെ ഏകദേശം അതേപോലെ തന്നെ എന്റെ മോൾ അനുഭവിച്ചിട്ടുണ്ട്.
മോളെ റാഗ് ചെയ്തിട്ടുണ്ടോ സ്കൂളിൽ? റാഗിങ് എന്നല്ല, ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിൽ ചെന്ന് പെട്ട് കഴിയുമ്പോഴത്തേക്കും അവര് പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പിള്ളേരനുസരിച്ചില്ലെങ്കിൽ അവിടെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം മിക്ക സ്കൂളിലും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഗ്യാങ്ങിൽ നിന്ന് മോൾ എന്തൊക്കെയായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്? ഇത് എന്താ പറയാ, ഈ കുത്തുവാക്കുകള്, മീൻസ് പിള്ളേർ കളിയാക്കും, അല്ലെങ്കിൽ അവള് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ അവളെ ഒറ്റപ്പെടുത്തും, ഇവരെ മിണ്ടാതെ നടക്കും. അത് അപ്പൊ അവക്കും താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ അപ്പുറം. അത് കഴിഞ്ഞ പിന്നെ കേട്ടോ അവൾ ഇത്രയും ബോൾഡായത്. ആ സമയത്താണ്. അത് കഴിഞ്ഞ പിന്നെ അവൾ എന്നോട് പറയുന്നുണ്ട്, എന്നോട് പോലും പറയുന്നുണ്ട്, അമ്മ അഭിനയിക്കുന്നു, തിരിച്ചു വരുന്നു, പോകുന്നു, വരുന്നു, ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത്, അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട, ഒരു അറ്റാച്ച് ആൻഡ് ഡിറ്റാച്ച് ബന്ധം പോലെ മതി എന്ന് അവൾ എൻ്റെ അടുത്ത് പറയും. കാരണം ഞാൻ പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ടൈപ്പ് ആളാ, ഞാൻ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും. പക്ഷെ ഇപ്പം ഇവൾക്ക് ഉണ്ടായ ഈ അനുഭവം കൊണ്ട് ഇവൾ അങ്ങനെ അത്രയും ഫ്രണ്ട്ലി ആവില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി പോകും. അതായത് ഏത് ബന്ധത്തിനും എനിക്ക് പറ്റിയേക്കുന്ന ഒറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് ബന്ധത്തിനും ഞാൻ 100% കൊടുക്കും. ആ ഒരു സിൻസിയാരിറ്റി ഉണ്ടാവും. പക്ഷെ എനിക്കത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഈ രണ്ട് ജീവിതത്തിലാണെങ്കിലും ആ രണ്ടും 100% കൊടുത്തിട്ട് അത് 50% പോലും തിരിച്ചു കിട്ടിയില്ലേ? ഇല്ല എന്നാണ് എൻ്റെ ഇതില്. ഇപ്പം ഞാനാണല്ലോ അനുഭവിച്ചേ ആസ് എ പേഴ്സൺ, എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ അനുഭവമാണല്ലോ. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ സില്ലി മാറ്റേഴ്സ് ആയിട്ട് തോന്നാം, അവർക്ക് ഒരു കഥയായിട്ട് തോന്നാം. പക്ഷെ എൻ്റെ അനുഭവം അത് എൻ്റെ അനുഭവം തന്നെയാണ്. അത് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ പെയിൻ ആയിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോള്, ഞാൻ നല്ല ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇത് ഇപ്പോഴും ഇപ്പോഴും പോകുന്നത്. അപ്പോഴും എന്നെ താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് എൻ്റെ അമ്മയും മോളും തന്നെയാണ്. പിന്നെ ഇപ്പൊ ചെയ്യുന്ന സീരിയലില് എന്താ പറയാ, ഏഷ്യാനെറ്റിലെ എന്താ പറയാ, പുതിയ സീരിയൽ ചെയ്യുന്നത് ഇപ്പം ഏഷ്യാനെറ്റിലാണല്ലോ, ഇഷ്ടം മാത്രം സീരിയലിലാണ്. അവിടെ തന്നെ ആണെങ്കിലും ഡയറക്ടർ സാർ, മോഹൻ കുപ്ലേരി സാറ്, യുഡി സാറ്, പ്രൊഡ്യൂസർ, അവിടെ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് അത്യാവശ്യം ഇപ്പം എനിക്ക് പെട്ടെന്ന് സങ്കടം വരികയും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പാനിക്, ഇപ്പം ഞാൻ 2 പ്രാവശ്യം തലകറങ്ങി വീഴുകയും പാനിക് അറ്റാക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തും എന്നെ അവർ ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാറിക്കോളാം എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് അത്രയും സങ്കടം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മാറാം, വേറൊരാളെ വെച്ചോളാം പറഞ്ഞപ്പം, ഇല്ല, നിനക്കത് പറ്റും, നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് മോഹൻ സാറും യുഡി സാറും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. അതിനേക്കാൾ ഉപരി കലവൂർ രവികുമാർ സാറാണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഇപ്പം ഞങ്ങളുടെ സീരിയൽ ഹെഡ്. സാറാണ് പറഞ്ഞത്, നിനക്ക് പറ്റും, യു ക്യാൻ, നിനക്ക് ചെയ്യാൻ പറ്റും, നീ തിരിച്ചു ചെന്ന് അഭിനയിക്കൂ, ബാക്കിയുള്ള വിഷമങ്ങളെല്ലാം നീ മാറ്റിവെക്കും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിനക്ക് അഭിനയിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് എന്നിലൊരു വിശ്വാസം അവർക്കുണ്ടല്ലോ. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ക്യാരക്ടർ അവർ തന്നത്. അതുപോലെ ചന്ദ്രൻ സാറ്, കലൂർ സാറ് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ സാറാണ് ഏഷ്യാനെറ്റിന്റെ. അപ്പം അവരെല്ലാം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ പാര വയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ, ഡബിൾ ഗെയിം കളിക്കുന്നവരും ഉണ്ട്, നമ്മുടെ കൂടെ നിന്നിട്ട് എനിക്ക് നല്ല അനുഭവം ഉണ്ട്. ഞാനിപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്, അങ്ങനെയുള്ളവർ ഇവിടെയും ഉണ്ട്, അല്ലാതെ ഉണ്ട്, പുറത്തും ഉണ്ട്. അങ്ങനെ പാര കിട്ടിയ സന്ദർഭങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇപ്പൊ ഈ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഷാന്റെ എന്റെ പ്രശ്നത്തിന്റെ ഇടയിൽ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ആരൊക്കെ എന്തൊക്കെ പുറത്തൂടെ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ചെവിയിൽ എത്തുകയും വിത്ത് എവിഡൻസ് എനിക്കെല്ലാം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയില്ല, ചിലപ്പോൾ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞ കർമ്മ, ദൈവം, ഇതിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അത് ചെയ്യുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അതെ അതെ, നമ്മളെ തോളിൽ കൈയിട്ട് നമ്മൾ അത്രയേറെ ചങ്കായിട്ട് സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നവർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. സൗഹൃദങ്ങളുടെ കാര്യം പറഞ്ഞു. സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ ആൺ സൗഹൃദങ്ങളുണ്ട്, പെൺ സൗഹൃദങ്ങളുണ്ട്. പിന്നെ കൂടാണ്ട് ഒരുപാട് ഗോസിപ്പുകൾ വരുന്നുണ്ട്. ഇപ്പം ഈ എക്സ് ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും ഈ സുഹൃത്തുക്കൾ എന്നിട്ട് പറയാറുണ്ടാവില്ല എന്തെങ്കിലും ഗോസിപ്പ് കഥകളോ അവിഹിത കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയി പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ചെവിക്കത്ത് കേട്ടിട്ടുണ്ടോ? ഗോസിപ്പ് അവിഹിതം പറഞ്ഞാൽ ഷാൻ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഷാൻ്റെ കൂടെ ജീവിച്ചപ്പം 3 വർഷം ഞങ്ങൾ ജീവിച്ചത്, ആ 3 വർഷം ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വൈഫായിരുന്നു. എൻ്റെ ഒരു അവിഹിതം
ഷാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഉം. പിന്നെ എനിക്ക് എന്താ പറയാ, ഞാൻ എൻ്റെ കരിയർ എൻ്റെ സ്വപ്നങ്ങളും പോലും മാറ്റി വെച്ചിട്ട് ഷാനും ഞാനും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് ചെയ്യുന്ന പ്രൊജക്റ്റ് മനം പോലെ മംഗല്യം സീരിയലായിരുന്നു. അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഷാൻ ചോദിച്ചു ഇനി അഭിനയിക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ കരിയർ എൻ്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റി വെച്ച് ഞാൻ കുടുംബിനിയായിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പൊ ഇനിയിപ്പം എനിക്ക് വേറൊരു അവിഹിത കഥ ഉണ്ടെന്ന് പറഞ്ഞ് ഷാൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഷാൻ അത് വിശ്വസിക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അതൊന്നുമല്ല, അല്ലാണ്ടുള്ള കാര്യങ്ങളാണോ ഈ പറഞ്ഞ് പരത്തി കൊടുക്കുന്നത് സുഹൃത്തുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ ഷാനെ പറ്റി അത് പറഞ്ഞു ഇത് പറഞ്ഞു, ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ മീൻസ് നമ്മൾ അതാ ഞാൻ പറഞ്ഞ ഈ ചെറുതായിട്ടായിരിക്കും പറഞ്ഞത്, നമ്മളുടെ ഇടയിൽ നടന്ന കുഞ്ഞു വഴക്കിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഷാനും തമ്മിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായെന്നായിരിക്കും പറയാം. പക്ഷെ അവര് പറഞ്ഞ് വേറെ രീതിയിലാക്കുന്നേ, അതായത് നമ്മൾ പറയുന്ന ആയിരിക്കില്ല ഷാന്റെ അടുത്ത് ചെല്ലുമ്പോ. മനസ്സിലായില്ലേ? അതിന്റെ ഇരട്ടി തീവ്രത കൂടും. ഇപ്പൊ ഞാൻ പറയട്ടെ, മനുവിന്റെ അടുത്ത് ഞാൻ എന്ത് പറയാം, മനു അത് ചിലപ്പോ മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോൾ അതിന് തീവ്രത കുറച്ച് കൂടും, കുറച്ച് കയറ്റിയേ പറയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിന്നെ കൂടും. അങ്ങനെ അങ്ങനെ പോകുമ്പോ മൊത്തത്തില് നെഗറ്റീവ് ആവും. പിന്നെ ഷാന്റെ സുഹൃത്തുക്കള് തന്നെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാനും ഷാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എൻ്റെ സുഹൃത്തുക്കള്, എനിക്ക് അങ്ങനെ വലിയ സുഹൃത്തുക്കള് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഉള്ള എൻ്റെ ഫാമിലി മീൻസ് ഇവിടെ ഫ്ലാറ്റിലുള്ള സുഹൃത്തുക്കളുള്ളൂ. പക്ഷെ അവരെനിക്ക് ഒരു ഹോപ്പ് തരികയും അവരെൻ്റെ അടുത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. കുഞ്ഞു വഴക്കലടി അത് മാറും, പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷെ ഷാൻ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാന്റെ കൂടെയുള്ള ഷാന്റെ ഫ്രണ്ട്സ് ആണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. മനസ്സിലായല്ലേ? ഷാൻ അത്രയും ക്ലോസ് ആയിട്ട് ഷാൻ കൊണ്ട നടക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. ഷാന്റെ ക്ലാസ്മേറ്റ് ആണ് ആ പെൺകുട്ടി, ഷാന്റെ ക്ലാസ്മേറ്റ് ആണ്. അതിന്റെ ഹസ്ബൻഡ്, എനിക്കിപ്പോൾ അവരുടെ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനും ഷാനും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞേ. പക്ഷെ അയാള് ഡബിൾ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അത് ഷാന്റെ അമ്മയ്ക്കും അറിയാം, ഷാന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാള് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഷാൻ കുറച്ചാൽ തന്നെ ഷാനിന് പകുതി പ്രശ്നങ്ങൾ കഴിയുകയും ഷാൻ ഒരു ഫാമിലി മാൻ ആവുകയും ചെയ്യുന്നു. ഷാൻ ഒരു ഫാമിലി മാൻ ആവാത്തതിന്റെ കാരണം അയാളാണ്. അയാൾ എന്തെല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നേരെ തിരിച്ച് ഷാന്റെ അടുത്ത് വേറെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അയാളെ ഞാൻ ഇന്ന് വരെ ഒരാളെ പ്രാഗിയിട്ടില്ല. പക്ഷെ അയാൾക്കറിയാം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തനിക്കും ഉണ്ട് കേട്ടോ 2 പെൺമക്കൾ, ഇതിന്റെയൊക്കെ ഉത്തരം അവർ പറയേണ്ടി വരും എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ ഞാൻ പ്രാഗിയപ്പം അയാൾ അതിനകത്ത് കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ചെന്നെ വിളിച്ചിട്ട്, എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ വോയിസ് ഉണ്ട്, തിരിച്ചെന്നെ വിളിച്ചിട്ട് അയാൾ പറയില്ല എൻ്റെ മക്കളെ പ്രാകരുത്, സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇവിടെ എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. അയാൾ തിരിച്ച് ഒത്തിരി പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. അവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും എനിക്കറിയത്തില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ്, പക്ഷെ ആദ്യം എനിക്ക് അവര് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അയാളോട് ഞാൻ പറഞ്ഞത് തന്നെയാ. ഞാൻ പറഞ്ഞു തനിക്കും ഉണ്ട് 2 മക്കള്, താനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിച്ചത്, താൻ അനുഭവിക്കൂടോ എന്ന് പറഞ്ഞ അലമുറ ഇട്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞു, കരഞ്ഞോണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പേടിയില്ലാത്ത ഒരാൾ അങ്ങനെ ഒരു വോയിസ് അയക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ തിരിച്ചു പിടിക്കത്തില്ലല്ലോ, എന്നെ എൻ്റെ മക്കളെ ശപിക്കല്ലേ എന്ന് പറയില്ലല്ലോ. ഷാന്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഷാന്റെ അമ്മ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് അയാൾ എന്ന് ഷാന്റെ ജീവിതത്തിൽ നിന്ന് പോവും അന്നാണ് ഷാന് സമാധാനം നല്ലൊരു ജീവിതവും കിട്ടുമെന്നാണ് ഷാന്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അമ്മയുടെ ഫുൾ സപ്പോർട്ട് അല്ല ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാവരുമായിട്ടുള്ള ഇത് കുറച്ചത്. അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് ഷാനോട് ഒരു പരിഭവം പരാതിയില്ല. ഇതിനകത്ത് വേറെ ആരെങ്കിലൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ദൈവം കൊടുക്കട്ടെ. ഷാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും ഇനിയില്ല. ഒരു കോലിങ്ങനെ ഒടിച്ചു കഴിഞ്ഞാൽ അത് കൂട്ടി ചേർത്ത് കഴിയുമ്പോൾ ശരിയാവും. അതുപോലെ മാനസികമായിട്ടൊരു അകലം വന്നു കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോള് തന്നെ പറഞ്ഞു വേണ്ട അമ്മയ്ക്ക് എനിക്ക് അമ്മയെ മതി. ഇനിയൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കോ? ഇല്ല, വിവാഹം
നോ, മാരേജിന്റെ എമ്മോ വിവാഹത്തിന്റെ വി എന്ന് കേൾക്കുമ്പോഴോ ഇല്ല, പേടിയാണല്ലേ? പേടി. ഇപ്പൊ ഈ പൊതുവെ ഒരു 2 കല്യാണം കഴിച്ചു, ആ 2 കല്യാണവും ഡിവോഴ്സായി പോയി. അപ്പൊ ഈ നാട്ടുകാരുടെ ഒരു പറച്ചിലുണ്ടല്ലോ, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതായിരിക്കും 2 അവന്മാർ ഇട്ടിട്ട് പോയെന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അവൾക്ക് മാത്രല്ല അവനും പ്രശ്നമുണ്ടെന്ന് പറയാലോ. ഷാന്റെ 2ാമത്തെ വിവാഹമല്ലേ, ഷാനും ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് സെക്കൻഡ് മാരേജ് ആണ്. എന്നെ അല്ല ആദ്യം കല്യാണം കഴിച്ചത്, വേറൊരു കുട്ടീനെ കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പെണ്ണുങ്ങളെ മാത്രം എന്തുകൊണ്ടാണ് ഈ സമൂഹം പറയുന്നത്? ആണുങ്ങൾക്കും ഇല്ലേ കുറവുകൾ? പെണ്ണുങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകുന്നേ എന്നൊരു തോന്നൽ അവിടെ ആ തോന്നലാണ് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ആൾക്കാര് അങ്ങനെ ആ ഒരു തോന്നലുണ്ടല്ലോ നമ്മുടെ ആൾക്കാരിലുള്ള, അതാണ് മാറ്റേണ്ടത്. 2 പേർക്കും ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവര് ഡിവോഴ്സിലേക്ക് പോകുന്നത്. അപ്പൊ 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഈ മനു പറഞ്ഞ തോന്നലുണ്ടല്ലോ, ആ തോന്നൽ നമ്മുടെ ഇവിടെയുള്ളവർക്ക് മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, ഫോറിൻ കൺട്രിയിലൊക്കെ എങ്ങനെയാണ്? ഫോറിൻ കൺട്രിന്ന് മാത്രമല്ല, നമ്മള് US, UK പോലുള്ള അവിടെയുള്ള മലയാളീസ് പോലും അവരെന്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിവോഴ്സ് ആവുകയും അവർ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോ വഴക്കോ കുടുംബക്കാർ തമ്മിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഡിവോഴ്സായി അവരുടെ കാര്യം നോക്കുന്നു. ചിലപ്പോ അവര് വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഹായ് ബൈ ഒക്കെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ എനിക്ക് എന്നെ അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട് US-ലൊക്കെയുള്ള, അവര് സെപ്പറേറ്റഡ് ആയി, അവര് ഡിവോഴ്സ് ആയി. അവര് ഭാര്യനെ കാണാറൊക്കെ ഉണ്ട്, പള്ളിയിൽ പോകുമ്പോഴൊക്കെ കാണാറ്, ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നാട്ടുകാര് നമ്മുടെ നാട്ടില് മാത്രമേ ഉള്ളൂ, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണേ. എന്താ പറയാ, എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങൾക്കാ കുറ്റം, ആണുങ്ങൾക്ക് ഒരു കുറ്റവും ഇല്ല. പിന്നെ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, അത് ഓരോരുത്തരുടെ ലൈഫാണ്. എന്നെ നാട്ടുകാരെ ആദ്യം എനിക്ക് മനു പറഞ്ഞ പോലെ ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ അവരെന്ത് പറയും, ഇവരെന്ത് ചിന്തിക്കും. എന്റെ മോള് തന്നെ അതും പറഞ്ഞു തന്നത്. അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും ഷാനും തമ്മിലുള്ള ഇഷ്യൂസ് എന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പം നോ ഞാനും ഷാനും തമ്മിലുള്ള പ്രശ്നം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് പറഞ്ഞതെന്നു വെച്ചാൽ, അയ്യോ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഫ്ലാറ്റ്, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അങ്ങനെയല്ല. അപ്പൊ എൻ്റെ മോളും എന്നോട് പറയുന്നത്, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് ജീവിച്ചാൽ നമ്മക്കേ പോവുള്ളൂ നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ നമ്മളെ തന്നെ കൊന്നോണ്ടിരിക്കുന്ന പോലെ ആയിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മമ്മി ചിന്തിക്കണ്ട. എനിക്കും മമ്മീനെ അറിയാം, മമ്മിക്ക് എന്നെ അറിയാം, എൻ്റെ അമ്മ എന്തെന്നുള്ളത് എനിക്കറിയാം. അല്ലെങ്കിൽ എൻ്റെ അമ്മയും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മകൾ എന്തെന്നുള്ളത് എനിക്കറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, അത് മതി. അവരൊരു സപ്പോർട്ട് അത്ര വലുതാണ്. എനിക്ക് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് മാത്രം മതി. എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെയും എൻ്റെ മോളുടെയും സപ്പോർട്ട്, പിന്നെ എൻ്റെ ചേട്ടായിമാരുടെയും എൻ്റെ കസിൻസ് ഉണ്ടല്ലോ, ചേട്ടായിമാരുടെയും ചേച്ചിമാരുടെയും സപ്പോർട്ട് മതി. ഇപ്പൊ നേരത്തെ ഒരു ഇതിൽ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഞാൻ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞിട്ട് പല പല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയണ്ട. അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. തെറ്റുകൾ ഇപ്പൊ മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിച്ചേക്കാം എന്നാ പറഞ്ഞത്. എന്നും പറഞ്ഞോണ്ട് ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ എടുക്കണ്ട. അങ്ങനെയല്ല, എന്താ പറയാ, മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം, അങ്ങനെ പറഞ്ഞ. അല്ലാതെ ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, എന്റെ പൊന്നു മനുഷ്യ, എന്നെ പുറത്തുവിട. ഞാനതാ പറഞ്ഞേ, വർക്ക് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വരികയും എന്റെ ബെഡ്റൂം, ഞാനത് ഹോം ടൂറിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്റെ ബെഡ്റൂം ആണ് എന്റെ സ്വർഗം. ഇപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സജിനയാന്ന് പറഞ്ഞു. സജിനെ ഈ സമയത്ത് വിളിച്ചാലും കിട്ടൂലോ, സജിനെ ഒന്ന് വിളിച്ചൊന്ന് നോക്കട്ടെ. വേണം, ബെസ്റ്റി അല്ലേ എന്നും പറഞ്ഞോണ്ട് എപ്പോഴും കിട്ടണമെന്നുണ്ടോ? ബെസ്റ്റി അത് പറഞ്ഞോണ്ട് 24 മണിക്കൂർ ഞങ്ങൾ ഫോണിലാണോ? അല്ല, എന്റെ എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്നല്ല പറഞ്ഞു. എടുക്കണേ കർത്താവേ. ബെസ്റ്റി എടുക്കണല്ലേ? അയ്യോ എടുക്കുന്നില്ല. എടുത്തു. എടി നീ റേഞ്ച് ഇല്ലല്ലേ? റേഞ്ച് ഉണ്ടാ? ഹായ്. അതെ, ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റിയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ബെസ്റ്റീസ് എപ്പോഴും വേണമെങ്കിലും ഫോൺ വിളിച്ചാൽ എടുക്കും.
അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, അവൾക്ക് നോമ്പാണ്, അവൾ ഉറങ്ങുവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. നോമ്പ്, ഉറക്കം. എന്താടാ? ഓ ഓ ആ ആ ആ ആ ഞാൻ പറഞ്ഞു രാവിലെ വിളിച്ചിട്ടൊക്കെയാ പോയത്, അവൾ എവിടെയോ പോയേക്കോ. പക്ഷെ എന്നാലും ഇവര് എന്നെ കൊണ്ട് വിളിപ്പിക്കും. നീ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നാണം കിട്ടുപോയേനെ. നീയും ഈ പരസ്പരം പൊക്കലല്ലേ മെയിൻ പരിപാടി. അതെ അതെ, ഞങ്ങൾ അങ്ങനെയാ. അതെ. ഇല്ല, നടന്നോണ്ടിരിക്കുക. ഇടയ്ക്ക് നിന്നെ ഒന്ന് വിളിക്കാനുള്ള ടാസ്ക് തന്നതാ. ആ ദാ ഇതുണ്ടോ. അപ്പൊ ശരി മോനെ, നടക്കട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? സജനാന്ന് വിളിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നല്ലാണ്ട് നിങ്ങളുടെ ഒരു സൗഹൃദത്തെ കുറിച്ച് ചോദിക്കണ്ടേ? എന്നാ ചോദിക്കും. സജന, നിങ്ങളുടെ ഒരു സൗഹൃദമൊക്കെ എങ്ങനെയാ? ഈ ട്രിപ്പ് പോലും കാര്യങ്ങളും ചുരുക്കി പറയോ? എനിക്കാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എനിക്കൊരു എന്താ പറയാ, ഒരു വിഷമം വന്നാലും സന്തോഷം വന്നാലും അത് എന്ത് വന്നാലും നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുന്ന ഏറ്റവും ഒരു ഭാഗ്യമാണ്. അങ്ങനെ അത് കേട്ടിരിക്കാനും ക്ഷമയോടെ കേട്ടിരിക്കാനും നമ്മളുടെ തെറ്റ് കണ്ടാ തെറ്റെന്ന് പറയാനും ശരി കണ്ടാ ശരിയെന്ന് പറയാനും അങ്ങനെയൊക്കെ പറയാൻ കിട്ടുന്ന ഒരാളെ കിട്ടുന്നത് ഏറ്റവും ഭാഗ്യം. അതിൽ ഞാൻ ഇപ്പൊ ഭയങ്കര ഭാഗ്യവതിയാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. നേരെ തിരിച്ചിട്ട് ആദ്യം ഇവിടെ നിന്നെ പറ്റി അങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. എന്റെ കൊച്ചെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞങ്ങള് നല്ലത് മാത്രം പറയുന്നതല്ല കേട്ടോ. ഇവളിപ്പൊ പറഞ്ഞ പോലെ തന്നെ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും, നീ അത് ചെയ്യണ്ടെന്ന് പറയും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ് കാണിച്ചു തരണം. അല്ലാതെ തെറ്റ് കണ്ടിട്ട് കുഴപ്പമില്ലെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത് അങ്ങനെയല്ല. തെറ്റ് കണ്ട തെറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇതാക്കും. അത് എനിക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ അതൊന്നും നോക്കത്തില്ല. തെറ്റ് കണ്ട തെറ്റെന്ന് പറയും. പക്ഷെ അതാണ് എനിക്കിഷ്ടം. എന്റെ തെറ്റ് മനസ്സിലാക്കി തെറ്റ് തെറ്റിത്തരുന്ന ഒരാളാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വഴക്കും കൂടാറുണ്ട് ആ സമയത്ത്? ഞങ്ങൾ വഴക്ക്, അയ്യോ വഴക്കൊക്കെ കൂടുമ്പോഴും ഇവക്ക് ഇവിടെ ഭയങ്കര ക്ഷമയാ. പക്ഷെ എനിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ. ഒരു ദിവസേ എന്തോ കാര്യം ഞാൻ പറയും ബാഗെടുത്ത് പോടി. മോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഉമ്മിന്നാ വിളിക്കുന്നത്. ഇപ്പൊ അവള് പറയുന്നത് എനിക്ക് രണ്ടമ്മമാരാന്ന് പറഞ്ഞത്. ഉമ്മിക്ക് വിഷമം വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്, മമ്മി എന്തിനാ ആ മൂലയ്ക്ക് പോയിരുന്നു മാറി പോയിരുന്നു കരഞ്ഞോളാൻ പറയാം. പക്ഷെ അവളുടെ ഉമ്മിക്കാണെങ്കിലും ഞാൻ ഇപ്പൊ അവളുടെ കൂടെ ഉള്ളത് ഭയങ്കര ഒരു ആശ്വാസമാണ് രണ്ടുപേർക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ മമ്മി ആണെങ്കിലും 2 ദിവസം കഴിയുമ്പോ മമ്മിയുടെ ബർത്ത്ഡേ. അവൾക്ക് ഓൾറെഡി മമ്മി വരുന്നില്ലേ നീ വരുന്നില്ലേ എന്ന് ചോദിച്ചോണ്ട് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇവിടെ മമ്മിക്കും ഭയങ്കര ഇതാ. അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ, ഞാൻ ഒരു പാനിക് ആവുകയും ഡിപ്രഷനിലൂടെ പോവുകയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മോഹൻ സാറുമായിട്ട് അത്ര എനിക്ക് പേടിയാണ് സാറിനെ. പക്ഷെ ഇവള് അങ്ങനെയല്ല, സാറുമായിട്ട് ഭയങ്കര പെട്ടെന്ന് കമ്പനി. അപ്പം കമ്മ്യൂണിക്കേഷൻ വന്നതും എന്നെ കുറിച്ച് അവിടെ മുഴുവൻ എന്ന് വെച്ചാൽ ഞാൻ എന്താണോ അത് അവിടെ മനസ്സിലാക്കി കൊടുത്തു ഇവളാ. ഫുൾ സപ്പോർട്ടാ. നമുക്ക് ഒരാള് വരുമ്പം അവൾ എന്താണെന്ന് പുറമേ കാണുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല, ഉള്ളിലുള്ള ഒരു വ്യക്തി. അതെന്താണെന്ന് നിഷ്കളങ്കം ഭയങ്കര ഇവള് ഞാൻ എപ്പോഴും പറയും ഊറ്റിത്തെറിപ്പിച്ച ഒരു ഗഡുവും മാത്രമാണ്. കാണുന്ന ആളേ അല്ല, ഭയങ്കര ഭാവം. കുട്ടിത്തരം മാറിയിട്ടുണ്ടോ? നിഷ്കുവാണ്, നിഷ്കു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാറി. ഞങ്ങൾക്ക് കുട്ടിത്തരം ഉണ്ട്. അതിന്റെ ഇവള് പറയുന്ന പോലെ ഭയങ്കര സാറിന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ് അവള് പറഞ്ഞത്. എന്താ ഊതി പെരുപ്പിച്ച ഒരു ബലൂണാണ്, ഭയങ്കര നിഷ്കളങ്കമായ മനസ്സാണെന്നൊക്കെ ഇവള് സാറിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഭയങ്കര സാറുമായിട്ടൊക്കെ ഞാൻ ഭയങ്കര ഓപ്പണപ്പാ. അവിടെ ഞാൻ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയും.
ഇവളങ്ങനെയല്ല, ഇവള് ഭയങ്കര സാറിനെ പേടിച്ചൊക്കെ നിൽക്കുന്നത്. ഇപ്പൊ ഭയങ്കര നേരെ തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇപ്പൊ. അല്ല, എനിക്ക് സാറിന്റെ അടുത്ത് പോയി ഇരിക്കാനൊക്കെ പേടി. പക്ഷെ കഴിഞ്ഞ ഷെഡ്യൂൾ മുതൽ ഇവള് പറഞ്ഞിട്ടുണ്ട് സാറിനോട്. അപ്പം ഞാൻ ഇപ്പം സാർ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇത് വരുന്നു, ഞാൻ സാറിന്റെ അടുത്ത് ഇരുന്നോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു ഇത്. ഭയങ്കര കെയറിങ്. കാരണം ഞാനില്ലാത്ത സമയത്ത് ഇവളെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടാറില്ല. അപ്പൊ കുറച്ച് ഇവള് കുറച്ച് ഡൗൺ ആയിരുന്നു ഇറങ്ങി വെച്ചിട്ട്. അപ്പൊ ഞാൻ ഫുൾ ടൈം ഇവളോട് തന്നെ ആയിരുന്നു. അപ്പം ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ വിളിച്ചു സാറിന്റെ കുറിച്ച് പറയും, സർ എന്നെ കുറിച്ച് നോക്കുകയാണേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ സാർ എന്റെ അടുത്തുണ്ട് അവള്, ഒരു ടെൻഷന് വേണ്ട. അല്ല, ഞാൻ ഇങ്ങനെ എന്നിട്ട് പറയും, സാർ ഞാൻ സാറിന്റെ അടുത്ത് അവിടെ ഇരുന്നോട്ടെ. വേണ്ട വേണ്ട, ഇവിടെ ഇരുന്നോ സാറ്. പ്രൊഡ്യൂസറായാലും ഡയറക്ടർ ആയാലും ഫുള്ള് അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. സീരിയസ്ലി ഇവളടുത്ത് ഭയങ്കര അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്നെ പോലെ തന്നെ എല്ലാരും അവളെ കെയർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴും. എപ്പോഴും മതി. വൈകിയാണെങ്കിലും നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അതെ അതെ അതെ. ഞങ്ങൾ ഒരു ദിവസം നേരിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒരു ഇന്റർവ്യൂ തരും. ഞങ്ങൾ കുറെ കോമഡി കിട്ടും. ഓ ഷുവറായിട്ടും. അല്ല, ഞങ്ങളുടെ ഇടയിൽ വേറെ ഒരുപാട് കോമഡികളുണ്ട്, അതിന് ഞങ്ങൾ വേറെ ഒരു ഇന്റർവ്യൂ തരുമായിരുന്നു. അത് നമുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ട്രാവലിംഗിലാ. ഓക്കെ നിങ്ങളുടെ ഇന്റർവ്യൂ നടക്കട്ടെ. ഓക്കെ, ബൈ ബൈ. ബൈഡാ, ലവ് യു, ബൈ. ഇപ്പോ ആൻ്റെ ആണെങ്കിലും ഇപ്പൊ കുറേ ഫോട്ടോഷൂട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ കൂടുതലായിട്ടും വരുന്ന ബോൾഡ് ഫോട്ടോഷൂട്ട് ഉണ്ട്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും മോള് എന്താ പറയാറ് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും? അതാ ഞാൻ പറഞ്ഞേ, ഈ മോളെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അത് അമ്മയുടെ സ്പേസാ, അമ്മയുടെ ഫ്രീഡം, അമ്മയുടെ സ്പേസ്. അതിനെന്താ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അമ്മയ്ക്ക് വൾഗർ അല്ലാന്ന് തോന്നുന്നൊക്കെ അമ്മ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അവൾക്ക് അങ്ങനെ ഇന്ന ഡ്രസ്സ് ഇടും. ഇപ്പൊ ഞാൻ ഇടാത്ത ഡ്രസ്സുകളൊക്കെ വേണമെങ്കിൽ അവള് മീൻസ് ഞാൻ സാരി മാത്രം അല്ലെങ്കിൽ സൽവാർ മാത്രമേ യൂസ് ചെയ്യുള്ളെങ്കിൽ, അല്ല അമ്മ അങ്ങനെയല്ല, എനിക്ക് ബർത്ത്ഡേക്ക് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഞാൻ പോലും അറിയാതെ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് പോയി എന്താ പറയാ പർച്ചേസ് ചെയ്ത് മേടിച്ച് സർപ്രൈസ് ആയിട്ട് എനിക്ക് കൊണ്ടു തന്ന ആളാ. മനസ്സിലായോ? വെച്ചാൽ ഇവളെപ്പോഴും പറയും, മമ്മി ഭയങ്കര അലസമായിട്ടാണ് നടക്കുന്നത്. എൻ്റെ സ്കൂളിൽ വരുമ്പം അറ്റ്ലീസ്റ്റ് ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടുകൊണ്ട് വരണം. ഞാൻ പൊതുവെ മേക്കപ്പ് ചെയ്യോ ലിപ്സ്റ്റിക് ഇടുക, ഞാൻ ഒന്നിലും ഭയങ്കര കെയർലെസ്സാ ഡ്രസ്സിൽ പോലും. ഇപ്പം ചിലപ്പോൾ ഹാൻഡ് ചെയ്യാത്ത ഡ്രസ്സ് വരെ ഇട്ടോണ്ട് പോകും. അതൊക്കെ അവൾക്ക് ദേഷ്യ. അവളെ എൻ്റെ അടുത്ത് പറയും, മമ്മി ഒരു ആർട്ടിസ്റ്റാണ്, അതായത് മമ്മിനെ ആൾക്കാരെ കാണുമ്പം അയ്യേ എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്താ പറയുക, സജ്ജനയും മൃദുലാൻറ്റിയും അവരൊക്കെ എന്ത് നല്ല, പ്രിയാൻറ്റിയൊക്കെ എന്ത് നല്ല ഡ്രസ്സിലാണ് വരുന്നത്. മമ്മി ഇങ്ങനെയുള്ള ഡ്രസ്സ് കിട്ടോണ്ടാണോ വന്നത്? മമ്മി നല്ല ഡ്രസ്സ് ഇട്ടോണ്ട് പോകും. ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ ഈ രാവിലെ പോയിട്ട് അവിടെ എന്താണെങ്കിലും ചെന്നിട്ട് മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം മാറണം. അപ്പൊ ഞാൻ വളരെ കെയർലെസ് ആയിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പറയാം, അങ്ങനെയല്ല പോകേണ്ടത്. എവിടെ പോയാലും കുറച്ച് വൃത്തിയായിട്ട് പോകും. അപ്പൊ ഈ ചിരി മായാതെ എപ്പോഴും ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല ക്യാരക്ടേഴ്സും നല്ല വർക്കുകളും ലഭിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്ന മനുവിനും താങ്ക് യു. ഈ മനുവിനെ കണ്ടോട്ടോ, പൊങ്കാല കണ്ട ആളാ. സൈനിങ് പറയുമ്പോ ഇങ്ങനെ പറയണോ? ഓ ആയിക്കോട്ടെ. ഓക്കെ.